You want? عوض حالك شو اخبارك الحمد لله. Hi friends, welcome to AJ Vlogs. So ഇന്ന് നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ അതായത് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് കയറി വന്നിരിക്കുന്നത്. അതായത് അറൗണ്ട് ഒരു 12 o'clock കഴിഞ്ഞു. കറക്റ്റ് 12:10 ആയി. സോ എൻ്റെ കൂടെ രണ്ട് അതിഥികളുണ്ട്. ഒന്ന് ദേ നമ്മുടെ വിനേഷ് ബ്രോ, ലിൻസി. വിനേഷ് ബ്രോനുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് വന്നത്. അസ്നു നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ആള് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഔട്ട്ഫിറ്റ് ഷോപ്പുകളിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ലാസ്റ്റ് ഒരു 1 week ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ പുറകിൽ ഒരുപാട് പേരെ കാണാം. തിരക്ക് കണ്ടില്ലേ? എന്താണെന്ന് വെച്ചാൽ ഇത് കഴിയാറായിട്ടുണ്ട്. ഈ ഒരു ഗ്ലോബൽ വില്ലേജ് ഈ വർഷത്തെ കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഓരോരോ സ്റ്റാളിലും അതായത് നല്ല എന്താ പറയുക, ഹൈ പ്രൈസൊന്നുമല്ല, നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ സ്റ്റാളുകളുണ്ട്. സോ നമ്മൾ പറ്റിയ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെ കിട്ടും നോക്കി തിരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കിട്ടുമ്പോൾ ബാർഗെയിൻ ചെയ്യുന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റഷ്യയിൽ കയറി നിൽക്കുകയാണ്. റഷ്യയിൽ നമ്മുടെ യുവൻ عوض حالك شو اخبارك الحمد لله. ജസ്റ്റ് ഹായ്. സോ ആൾ നമ്മുടെ ക്യാമറയുമായിട്ട് പോയിട്ട് ആളുടെ ഫ്രണ്ടിനെയൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മുടെ ലിൻസി എന്തായാലും ഒരു ഷോപ്പ് കയറിയിട്ട് നല്ല ചീപ്പ് റേറ്റിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ 50 ദിറമാണ് പെർ ഈച്ച് ഇത് എന്താ പറയുക ജാക്കറ്റ്സിനൊക്കെ പ്രൈസ് വരുന്നത്. സോ അത് നോക്കി ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. റഷ്യയിലുള്ള ഒരു ജാക്കറ്റ് ഷോപ്പിലാണ് കയറിയത്. നമ്മുടെ ഒരു വ്യൂവറിനെ നമുക്ക് പരിചയപ്പെടുത്താം. ഹായ്. അപ്പോൾ വെങ്കടേഷ് ഫ്രം രാമേശ്വരം തന്നെ. സോ ഇവിടെ വന്നിട്ട് ഈ ജാക്കറ്റ്സ് എല്ലാം അറൗണ്ട് 1200-1000 റേഞ്ചിലാണ്. സോ ഇത് ക്ലോസിങ് ടൈം, അതായത് നാളെയും കൂടിയുള്ള ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ സംഭവം. സോ അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് റേറ്റ് കമ്മിയായിട്ട് കിട്ടും അല്ലേ. ഒരു 1000 ദിറംസിൻ്റെ നമുക്ക് അറൗണ്ട് ഒരു 250 മിനിമം അത്ര റേഞ്ചിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നന്ദി നന്ദി. ശരി, ചൊല്ലുക. നന്ദി നന്ദി, നമസ്കാരം.
ഇപ്പോൾ ആക്ച്വലി ക്ലോസിങ് ടൈം ആവാറായി. ഇത് സമയം 2 o'clock ആവാറായി. നമ്മളപ്പോൾ റഷ്യയിൽ നിന്ന് കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളും വാങ്ങി ഇനി അഫ്ഗാനിസ്ഥാനിൽ കയറി. ഇവിടെയാണ് ഈ കോട്ടുകളുടെയൊക്കെ എന്താ പറയുക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ കണ്ടില്ലേ, ഒരുപാട് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. വിനീഷ് പലതരം തൊപ്പികൾ വെച്ച് ട്രയലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അതൊന്നും കൂടി വെക്കൂ വിനീഷ് ബ്രോ. ആ ഇത് അഫ്ഗാനിസ്ഥാൻ മോഡൽ ആവുന്നുണ്ടല്ലേ തൊപ്പി, പാകിസ്ഥാൻ മോഡൽ. ഗൈസ് ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഒറിജിനൽ സാധനങ്ങളാണ്. ഇത് ഞാൻ കൈ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇത് ഫോക്സിൻ്റെ സ്കിന്നാണെന്നാണ് പറഞ്ഞത്. ओके तुम ले लो 120 ये करो ओके 1 2 3 4 100 लो तुम लोग खुश रहो बस और ये भी 120 है 100 में खुश ये भी 120 तुम्हारे को तुम 100 में. നമ്മുടെ ബൈജാൻ എല്ലാ റേറ്റും കമ്മിയാക്കി നമുക്ക് തരുന്നുണ്ട്. എല്ലാം 100 ദിറംസ് വെച്ചിട്ടാണ് കോട്ടും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ ചെറിയ ഗ്ലൗസും അതുപോലെ ഈ കഴുത്ത് കവർ ചെയ്യാടുന്ന സാധനങ്ങളൊക്കെ 30 ദിറംസ് ആണ് പറയുന്നത്. റീസണബിൾ പ്രൈസ് ആണ് ആക്ച്വലി. ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ സംഭവം കിട്ടില്ല, ഷുവർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കുക, ഗ്ലോബൽ വില്ലേജ് ലാസ്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ ഒരുപാട് തിങ്സ് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. और खुश है अभी शुक्रिया भाई. शुक्रिया भाई. किधर रहता है? शारजा दुबई. ഇവിടുത്തെ മച്ചാൻ നമുക്ക് നല്ല പ്രൈസിൽ കുറെ സാധനങ്ങൾ തന്നു. അല്ലേ വിനീഷ് ബ്രോ, എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല വില കുറച്ച് സാധനം കിട്ടി. അതെ, അടിപൊളിയായിട്ട്. നമ്മൾ പ്രൈസ് വാങ്ങിക്കുമ്പോൾ റേറ്റ് ഇന്നതെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് 1-2 സെലക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ വെച്ചോ, ഫ്രീ ആയിട്ട് വെച്ചോ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ തന്നു. നിങ്ങൾക്ക് കാണാം ആ കിറ്റ് നിറച്ച സാധനങ്ങളാണ്.
അതെന്താ വിനീഷ് ബ്രോ ഈ സാധനം? ഇതാണ് ശരിക്കും ഫിബിനോസി സീരീസ്. നമ്മുടെ ഫിബിനോസി സീരീസ്. ആ കേട്ടിട്ടുണ്ട്. ഇത് വേണം, ഇത് വേണം. ഏതാ നല്ലത്? ഇതാണ് ചെറുതാണ് നല്ലത്. ചെറുത് മതിയില്ലേ? ഇത് കൊള്ളാം. ഇത് कितना इसको 20 दे बोला कितना धर्म 20 नो दो ഇത് ലിൻസിയുടെ ഷോപ്പിംഗ് തീരുന്നില്ല. ഇത് നോക്കി ഓടി കടന്നിട്ട് പർച്ചേസ് ചെയ്യുക. അത് വിനീഷ് ബ്രോന്റെ കയ്യിൽ കണ്ടോ? എന്റെ വ്ളോഗിങ്ങിനുള്ള മെന്റാലിറ്റി ഒക്കെ മാറി. ലോഡിങ് മെന്റാലിറ്റി. ഇത് ലിൻസി വിനീഷിനെ കൊണ്ടുവന്ന് ലോഡിങ് ആക്കാണ്. ഇതേ കണ്ടോ? ഇത് ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒടുക്കത്തെ പർച്ചേസ്. രെ കണ്ടില്ലേ, ലിൻസിയുടെ 2 കൈയിലും ഫുള്ളാണ്. ദേ വിനീഷ് ബ്രോന്റെ 2 കൈയും ഫുള്ളാണ്. സോ നമ്മളിവിടെ ഓൾമോസ്റ്റ് 2:10 ആയി ടൈം. അപ്പോൾ ഇവിടെ വാണിംഗ് എന്നുള്ള നിലയിൽ ജസ്റ്റ് ലൈറ്റ് ഡിം ചെയ്തു. എന്തിനാ വെച്ചാൽ ഷോപ്പത്തെ എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുക്കുന്ന പോലെ ഇനി ഫുള്ളായിട്ട് എല്ലാ ലൈറ്റും ഓഫ് ആവും. അപ്പോൾ പിന്നെ ഇറക്കി വിടും നമ്മളെ. അതെ, ലൈറ്റ് ഓഫ് ചെയ്ത് ഇറക്കി വിടും. അപ്പോൾ ഓരോ ലൈറ്റല്ല, എല്ലാ സ്റ്റോളിലെയും ലൈറ്റ് ഒറ്റ ഓഫ് ചെയ്യലാണ്. 2 മണിക്ക് വാണിംഗ് കൊടുത്തു. ഇപ്പോൾ എല്ലാ ലൈറ്റും ഓഫായിരുന്നു. ഇപ്പോൾ വീണ്ടും കത്തിച്ചു. അതായത് വാണിംഗ് എന്നുള്ള നിലയിൽ ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഈ ഓരോ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവാണ്. ലിൻസി, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അടിപൊളി. ഓരോ കടയിലും ചാടി കയറി. ലാസ്റ്റ് വെട്ടം പോയപ്പോഴത്തേനും ഞാൻ ചാടി ഇറങ്ങി. പിന്നെ ഇതിന്റെ വില നോക്കുവാണെങ്കിൽ നല്ല റേറ്റ് കുറവാണ് ശരിക്കും. പിന്നെ ഞങ്ങക്ക് നല്ല പാവം വിനീഷ് മച്ചാൻ ജിമ്മിലൊക്കെ പോയി ടയേർഡായി വന്ന കേട്ടോ. അതൊക്കെ 2 കയ്യിൽ നിറച്ചു കൊടുത്തിരുന്നു. ഇനി എന്തായാലും ഞാൻ വ്ളോഗ് നിർത്തിയിട്ട് കുറച്ച് സഹായിക്കാൻ എന്തായാലും പിടിച്ചിട്ട്. വിനീഷ് ബ്രോ എന്തായാലും പിടിക്കണോ? അപ്പൊ അങ്ങനെ ഈ ഒരു വർഷത്തെ ഗ്ലോബൽ വില്ലേജ് നാളത്തോടു കൂടി അവസാനിക്കാൻ പോവാണ് ഗൈസ്. നമ്മള് റിക്ഷ വിളിക്കാൻ നോക്കി, പക്ഷെ റിക്ഷ പറഞ്ഞു P6 പാർക്കിംഗ് ദേ ഇവിടെ തൊട്ടടുത്ത് നടന്നു പോയാൽ മതി. ഇത് ദയനീയ അവസ്ഥയിൽ വിനീഷ് ബ്രോസ് സാധനങ്ങളും പിടിച്ച് നടക്കുന്നു. ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിലുള്ള കിടിലം പർച്ചേസിംഗ് ആയിരുന്നു. ഒരു രക്ഷയില്ല, ശോകമായിട്ടാണ്. എല്ലാവരും വിനീഷ് ബ്രോന്റെ മുഖത്തേക്ക് നോക്കാം കേട്ടോ. ആ ശോകം എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട്. എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഗ്ലോബൽ എല്ലാ സാധനങ്ങളും ഇതേ ഇവരുടെ കയ്യിലിരിക്കുന്നുണ്ട് കണ്ടോ. 2 ബാഗ് വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലുണ്ട്. വിജനമായ പാർക്കിംഗ്. നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ പാർക്കിംഗ് ഒന്നും ഇങ്ങനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതും കൂടി ഞാൻ നിങ്ങളെ എക്സ്ക്ലൂസീവായി കാണിച്ചിരുന്നുണ്ട്. കണ്ടോ പാർക്കിംഗ്. പിന്നെ ഇപ്പോൾ സമയം 2:25. മച്ചമാരെ, അപ്പോൾ നിങ്ങൾ ഇരുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ. നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു കരാമയിൽ വൈൽഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു വ്യക്തിനെ കണ്ടുമുട്ടാൻ സാധിച്ചു. ആരായിരുന്നു? കൈലാഷിനെ അറിയില്ല അല്ലേ? അറിയില്ലെങ്കിൽ ഇതപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം പറന്നു വരും. നിങ്ങൾ നോക്കിക്കോ.